ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം, എൻ്റെ ചുറ്റിനും അക്വേഷ്യ മരങ്ങളാണ് കേട്ടോ. മാത്രമല്ല ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ വന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് വലിയൊരു മഴ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ കിടിലം ഫീലാണ്, നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സ് ശരിയല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വന്നിരുന്ന് മനസ്സിനൊന്ന് പീസ്ഫുൾ ആക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു കിടിലം സ്പോട്ടിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രംകാരുടെ സ്വന്തം പാണയം റിസർവ് ഫോറസ്റ്റ്. ഇപ്പോൾ ചെറുതായിട്ട് വെയിലടിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒരു വലിയൊരു മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം കാർമേഘങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്ത് ഇവിടെ വരുന്നത് ഒരു ഡിഫറെൻ്റ് ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിലും നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ മഴയായിരിക്കും കേട്ടോ. അതാണ് വേറൊരു സംഭവം എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും നല്ലൊരു ഫീലാണ് നമുക്ക്. ഈ അക്കേഷ്യ മരങ്ങളില്ലേ, ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുറേ ഇടവഴികളുണ്ട്. ഈ ഇടവഴികളിൽ കൂടെ ഇങ്ങനെ നമുക്ക് നടക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ശരിയല്ലെങ്കിൽ ശരിക്കും ഇവിടെ വന്നിട്ട് ഒരു വാക്കിനൊക്കെ പോയി ഒന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ആവും. അത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഇടവഴികളുണ്ട്. ആ ഇടവഴിയിൽ കൂടെ എല്ലാം നമുക്ക് നടക്കാം, അതുപോലെ വണ്ടിയായിട്ടൊക്കെ വരാം. ഇതാണ് ആ ഒരു ഫസ്റ്റ് ഇടവഴി എന്ന് പറയുന്നത്. ഇതുവഴിയാണ് ഞാൻ കയറി വന്നത് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഇതാണ് ആ ഇടവഴി. ഗൈസ്, നിങ്ങൾ ഈ റോഡ് കണ്ടില്ലേ ഗൈസ്? കണ്ട, ഈ റോഡ് തന്നെ എന്ത് സൂപ്പറാണ്, എന്ത് വൈബാണ്. നമുക്ക് ഇതുവഴി നല്ല സ്മൂത്തായിട്ടുള്ള റോഡ്. അപ്പോൾ അത്യാവശ്യം റൈഡേഴ്സിനും വന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ആദ്യം ഞാൻ വന്ന സമയത്ത് നല്ല അത്യാവശ്യം മഴയായിരുന്നു കേട്ടോ. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അത് വെയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും നല്ല മഴക്കോളുണ്ട്. നല്ല മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓടും. ആ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഈ സ്പോട്ടിൽ നിന്ന് 30 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. റോഡിൻ്റെ രണ്ട് സൈഡിലും നിറഞ്ഞു നിൽക്കുന്ന അക്കേഷ്യ മരങ്ങൾ മൂന്നാറിലെ പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ് ഇവിടെ. ഞാൻ ഓരോ വഴിയിലൂടെയും പോയി നോക്കി കേട്ടോ. നമുക്ക് ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള വഴിയിൽ കൂടെ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇത്. പോകുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഒന്നും അവിടെ ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നടന്ന് സമയം പോയതേ അറിഞ്ഞില്ല. ഏകദേശം 3-4 മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പാണയം ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു പൈൻ ഫോറസ്റ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ജംഗ്ഷനെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഈ ഹിഡൻ സ്പോട്ടിൻ്റെ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വന്നു, കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരിക, ഇവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.